ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൗകികമായ സംസ്കാരം എന്നുള്ള വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെയായ സംസ്കാരം നമുക്കുണ്ട്. ഭാരതീയ സംസ്കാരമുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരമുണ്ട്, ഓരോ ദേശങ്ങളുടെയായ സംസ്കാരമുണ്ട്. അങ്ങനെ നമ്മൾ സംസ്കാരം ഉള്ളവരായി, പരിഷ്കാരമുള്ളവരായി, ഓരോരുത്തരും ഓരോ രീതിയിലുള്ള സംസ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അനേക കാര്യങ്ങൾ ചെയ്യുന്നവരായി ഇന്ന് ഈ ഭാരതദേശത്ത്, അതുപോലെ തന്നെ കൊച്ചു കേരളത്തിൽ നാം ഓരോരുത്തരും ജീവിച്ചു വരുന്നു പ്രിയമുള്ളവരെ. പക്ഷേ എന്നാൽ നാം ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഭാരതീയ സംസ്കാരം അതിൻ്റെയായ തന്മ അതിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, നാം ഭാരതീയ സംസ്കാരത്തിൽ അതിനൊരു ഭംഗം, ഒരു കോട്ടം വന്നിട്ടുണ്ടോ എന്ന് ഒരു സംശയം തന്നെയുണ്ട്. ഇന്ന് എവിടെ നോക്കിയാലും നമ്മുടെയായ ആ സംസ്കാരത്തെ നമ്മൾ ഇല്ലാതാക്കുന്ന രീതിയിൽ, നമ്മുടെയായ ആഹാര രീതിയിലും, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണയിലും, അതുപോലെ നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നാം നീങ്ങിയിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിലും നമ്മുടെ ഭാരതീയ ആ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഇന്ന് ലിവിങ് ടുഗദർ എന്നുള്ളതായ ഒരു കാര്യം പോലും നമ്മുടെ ഭാരത സർക്കാർ, ഗവൺമെൻറ് അതിന് ഒരു അനുവാദം നൽകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹബന്ധത്തിലല്ലാതെ അവരൊരുമിച്ച് വസിക്കുവാനായിട്ട് സാധ്യമല്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു സ്ത്രീയും പുരുഷനും അവർ തമ്മിൽ അവർക്കിഷ്ടമാണെങ്കിൽ, താല്പര്യമാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം, പ്രശ്നമില്ല എന്നുള്ള ഒരു ഇതിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്, തീരുമാനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വിവാഹബന്ധത്തിൽ അല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നതായ ആ സംസ്കാരം ഇന്ന് നമ്മളുടെയായ ഭാരതീയ സംസ്കാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആഹാര രീതി ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെയായ ആ ആഹാര രീതികളെയെല്ലാം നാം മറന്നു കളഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളിലേക്ക് പരക്കം പായുകയാണ്. അപ്പോൾ ഈ പരക്കം പായുന്ന ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് വരുമോ, അല്ലയോ നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണോ? നമ്മൾ ഇനിയും ഒരു 10 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭാരതീയ ദേശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു വിദേശത്തുള്ളതായ ഒരു രീതി തന്നെ ആയിരിക്കും എന്ന് ഇവിടെയുള്ളതായ ആ സംസ്കാരത്തിന് ഒരു വില കൽപ്പിക്കുമില്ലാതെ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. നമ്മൾ ആഹാരം തന്നെ ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ ചോദിച്ചാൽ അവർക്ക് നൂഡിൽസ് മതി. എന്നാൽ അന്ന് എൻ്റെ ചെറുപ്പകാലത്തിൽ നൂഡിൽസ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇന്ന് റെസ്റ്റോറൻറ്റുകളിൽ ചെന്നാൽ ഇന്നുള്ള കുഞ്ഞുങ്ങൾക്ക് നൂഡിൽസ് മതി, അല്ലെങ്കിൽ അവർക്കിന്ന് ബാർബിക്യൂ അല്ലെങ്കിൽ ബർഗേഴ്സ് ഇന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ അന്ന് കുട്ടിക്കാലത്ത് ബോണ്ടയും പരിപ്പുവടയുമാണ് കഴിച്ചു വളർന്നത്. ഇന്ന് സമോസയും കട്ട്ലറ്റും അങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് ഇന്നുള്ള കൊച്ചുങ്ങൾക്ക് വേണ്ടിയത്. എന്തെന്ന് പറയാനായിട്ട്, ഒരു ദിവസം ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ ഒരു കാറിൽ യാത്ര ചെയ്തപ്പോൾ വിദേശത്ത് വന്ന ഒരു കുഞ്ഞിന് വേണ്ടി എന്താണ് പിസ്സ അന്വേഷിച്ച് അവിടെ പല റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും പല സ്ഥലങ്ങളും അലയേണ്ടി വന്ന ഒരവസ്ഥ പോലുമുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ സംസ്കാരത്തിന് തന്നെ വലിയൊരു കോട്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരും അവരുടെ വേഷവിധാനത്തിൽ തന്നെ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതായ വേഷവിധാനമാണ് അവർ അംഗീകരിച്ചു വരുന്നത്. ഇന്ന് സ്ത്രീകളാണെങ്കിൽ വസ്ത്രധാരണയിൽ വളരെയധികം കുറവായിട്ട് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ നല്ല രീതിയിലുള്ള സാരിയും ഒക്കെ ഉടുത്ത് ആ ഭാരതീയ ആ സ്ത്രീ എന്ന രീതിയിലേക്കാളും ഇന്ന് സൽവാർ കമ്മീസും ചുടിദാറും മിഡിയും ടോപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ വസ്ത്രങ്ങളിൽ ധരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല പേരുകളാണ് ഇന്ന് നമുക്കറിയാത്ത പേരുകൾ പോലുമാണ് അതിന് പേരുകൾ പറഞ്ഞുകൊണ്ട് ഫാഷൻ എന്നുള്ള അങ്ങനെയുള്ള ഒരു ഭ്രാന്ത് ഇന്ന് മനുഷ്യനെ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അതുപോലെ പുരുഷന്മാരും അവരുടെയായ വേഷവിധാനങ്ങളിൽ മുടികൾ നീട്ടി വളർത്തിക്കൊണ്ട് അവർ പല രീതിയിലും വസ്ത്രങ്ങൾ ധരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് ദൈവാലയങ്ങളിൽ പോലും അവർ ഹാഫ് ഷോർട്ട്സ് ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ പകുതി കുട്ടിനിക്കറും ഇട്ടുകൊണ്ട്, അതുപോലെ ടീഷർട്ടും ഇട്ടുകൊണ്ട് ഇന്ന് ദൈവാലയങ്ങളിൽ പോലും കടന്നു വരുവാനായിട്ട് അവർക്ക് യാതൊരു വിധമായ കൂസലും ഇല്ലാതായിരിക്കുകയാണ്. എന്നാൽ ആലയത്തിൽ പോകണമെങ്കിൽ നല്ലൊരു മുണ്ടെടുത്തെടുത്ത് നല്ലൊരു ഷർട്ടും ധരിച്ച് വളരെ കുളിച്ചൊരുങ്ങി വളരെ നല്ല രീതിയിലാണ് പോകുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സംസ്കാരത്തിന് തന്നെ വലിയൊരു കോട്ടം സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. ഈ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ശ്രദ്ധയെ നമ്മൾ റോമർ 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കൈകളിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ റോമർ 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് പറയുന്നത്? 12:2 ഇവിടെ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്നാണ് പറയുന്നത്. നമ്മളുടെ വേഷവിധാനത്തിലല്ല രൂപാന്തരം ഉണ്ടാകേണ്ടത്, എന്നാൽ ഹൃദയത്തിലാണ് രൂപാന്തരം ഉണ്ടാകേണ്ടത് എന്ന് ഇവിടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിന് ഒത്തവണ്ണം നമ്മൾ അനുരൂപം ആകരുത്. അങ്ങനെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും എന്താണ് പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി, മനസ്സാണ് പുതുക്കേണ്ടത്, രൂപാന്തരപ്പെടുവീൻ എന്നാണ് പറയുന്നത്. മനസ്സ് അത് പുതുക്കി എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തതായ കാര്യങ്ങളിൽ നമ്മൾ തുടരാതെ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങണം എന്നാണ് വചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ വിദേശത്ത് എന്തെങ്കിലും ഒരു ഫാഷൻ ഇറങ്ങിയാൽ അത് ഇന്ത്യയിൽ എത്രയും വേഗം എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും അങ്ങനെ ഇന്ത്യൻ ജനതയിൽ ആ ജനങ്ങളുടെ മധ്യയിൽ ഈ ഫാഷൻ അവരുടെ ജീവിതത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള അത് അവരുടെയായ വേഷവിധാനത്തിലും ഭക്ഷണ രീതിയിലും ജീവിത മാർഗങ്ങളിലും അത് സ്വീകരിച്ചുകൊണ്ട് അവരും അത് കൈക്കൊള്ളണമെന്ന് ഇന്ന് വലിയ വലിയ ബിസിനസ് കാര്യങ്ങൾ നടത്തുന്നതായ ബിസിനസ് ഉടമകൾ അവർ അതിന് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ പലവിധമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും പലവിധമായ കോടിക്കണക്കുകളുടെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് മനുഷ്യൻ്റെയായ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതായ പദ്ധതികളാണ് ഇന്ന് ഈ ആധുനിക ലോകത്തിൽ നാം കണ്ടുവരുന്നത്. എന്നാൽ വചനം പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ആ ഒരു ദൈവഹിതം ഇന്നതെന്ന് മനസ്സ് പുതുക്കി നമ്മൾ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടുവീൻ എന്നാണ് പറയുന്നത്. എന്നാൽ മനസ്സ് പുതുക്കുന്നതിന് പകരം ഇന്ന് എല്ലാ രീതിയിലും ഒരു രൂപാന്തരമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നമ്മൾ തുടർന്ന് എഫേസ്യർ 4-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ചതിമോഹങ്ങളിൽ വഷളായി പോകുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ നാം വഞ്ചിക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നമ്മളെ തന്നെ നമ്മൾ ചതിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടാകുവാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ഇന്ന് ഈ ലോകത്തിന് ഉണ്ടാകുന്നതായ മാറ്റങ്ങൾക്കൊത്തവണ്ണം നമ്മളെ മാറ്റിയെടുക്കുവാൻ വേണ്ടി, നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി നമ്മൾ ഏത് രീതിയിലും എന്തും ചെയ്യുവാനായിട്ട് നമ്മൾ തരം താഴുന്നതായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് പലവിധമായ കാര്യങ്ങൾ അവരുടെയും ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിലുണ്ട്. അവനൊരു കാറുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലും എനിക്കും അങ്ങനെയുള്ളൊരു കാർ വേണം.
അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉള്ള ഒരു LCD TV അവൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ എൻ്റെ വീട്ടിലും ഉണ്ടാകണം. അവനിലൊരു ടച്ച് സ്ക്രീൻ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എനിക്കും ഉണ്ടാകണം എന്നുള്ള വലിയ ഒരു വാശിയോടുകൂടി അതിനുവേണ്ടി പണം അവൻ പല രീതിയിലും പലരെയും കബളിപ്പിച്ചും കളിപ്പിച്ചും അവൻ ഉണ്ടാക്കിയെടുത്ത് ജീവിതം ആസ്വദിക്കുവാനായിട്ട് മനുഷ്യൻ ഇന്നാണ് ചതി മോഹങ്ങളിൽ അകപ്പെട്ടു പോകുന്നതായ ഒരവസ്ഥയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്കാരത്തിന് തന്നെ വലിയൊരു ചോദ്യം ഇന്ന് ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ സംസ്കാരം, ഭാരതീയ സംസ്കാരം അത് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഇവിടെ തിരുവചനത്തിലൂടെ എന്താണ് പറയുന്നത്? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി 23, 24 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. ഇവിടെ പറയും പുതിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ പഴയ രീതി പഴഞ്ചനൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയ സ്റ്റൈലും കാര്യങ്ങളും അംഗീകരിക്കണമെന്നാണ് പറയുന്നതെന്ന് ചില യവനക്കാർ ഇതിനൊരു വ്യാഖ്യാനം നൽകുവാനായിട്ട് തയ്യാറാകും. അതല്ല പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കുകയും സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും നാം നടക്കുന്നതായ ഒരു അനുഭവം നമുക്കുണ്ടാകണം. നീതിയിലും വിശുദ്ധിയിലും ഉണ്ടാകുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അപ്പം നീതിയും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് ഈ വിശുദ്ധി എന്നുള്ളത് അത് തീരെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ലാതെയായി പോകുന്നു. അവൻ്റെ ജീവിതത്തിലെ പല തലങ്ങളിലും കളങ്കമുണ്ട്. അവനൊരു വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഒരു കളങ്കമുണ്ട്, സ്നേഹബന്ധങ്ങളിൽ ഒരു കളങ്കമുണ്ട്, ബിസിനസ് വ്യാപാര ഇടപാടുകളിൽ ഒരു കളങ്കമുണ്ട്, സാമൂഹിക ബന്ധങ്ങളിൽ ഒരു കളങ്കമുണ്ട്. ഇങ്ങനെ ആ കളങ്കത്തിലൂടെ അവൻ ആ രീതിയിൽ ആ പാപത്തിൽ അതിൻ്റെ ഉച്ചഘട്ടത്തിലൂടെ നീങ്ങുന്ന ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ നാം കാണുന്നത്. എന്നാൽ പുതിയ രീതിയിൽ നാം സത്യത്തിലും വിശുദ്ധിയിലും നമ്മൾ ജീവിക്കണമെന്ന് ഇവിടെ കർത്താവായ ദൈവം നമുക്ക് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു ദൂതാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഒരു വിശുദ്ധിയുടെ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൻ്റെ ആ ലൗകിക മോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ നാം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാനായിട്ട് ലഭിക്കുന്ന ഒരു ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണമെന്നാണ് പറയുന്നത്. പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന അനുഭവം നിനക്ക് ഉണ്ടാകണം. ആ പഴയ മനുഷ്യനെന്ന് പറയുമ്പോൾ എന്താണ്? ലൗകിക ചിന്തകൾക്ക് അടിമപ്പെടുന്നതായ ആ മനസ്സിനെ നിന്നിൽ നിന്ന് അകറ്റിക്കളയണം. മാലിന്യ മോഹങ്ങൾക്ക്, ചതിമോഹങ്ങൾക്ക് നിന്നെ തന്നെ നീ അടിമപ്പെടുത്തുന്നതായ ആ ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ചുകൊണ്ട് നീ മനസ്സ് പുതുക്കി ദൈവത്തിൻ്റെ ആ പുതിയ ഒരു അനുഭവത്തോടുകൂടി ആ പുതിയ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ നീ ജീവിക്കണമെന്നാണ് ആ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നാം മനസ്സിലാക്കണം. സംസ്കാരം ഏത് തലത്തിലേക്കാണ് ഇന്ന് നീങ്ങിയിരിക്കുന്നത്? ഇന്ന് നോക്കുകയാണെങ്കിൽ അനേക കൂട്ടായ്മകളിൽ, അനേക ആലയങ്ങളിൽ ഒരു പുരുഷനെയും തമ്മിൽ യോജിപ്പിക്കുന്നതായ അല്ലെങ്കിൽ വിവാഹം നടത്തുന്നതായ കൂദാശകൾ ഇന്ന് പല ആലയങ്ങളിൽ വെച്ച് നടത്തുന്നതായും കാണുവാനായിട്ട് കഴിയും. അനേക സഭകൾ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? അത് ഇന്ത്യയിൽ പോലും ഈ സംസ്കാരം ഇന്ന് കടന്നു വന്നിരിക്കുന്നു.
ഒരു പുരുഷനും തമ്മിൽ അവർ വിവാഹബന്ധത്തിൽ പ്രവേശിക്കാം. ഒരു സ്ത്രീയും തമ്മിൽ ഒരു വിവാഹബന്ധത്തിൽ പ്രവേശിക്കാം. അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും അവർ ചെയ്യാം. അവർ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ദൈവം നിർദ്ദേശം നൽകിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ആ നിലയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതിനാൽ നമ്മുടെ സംസ്കാരം അത് നോക്കുകയാണെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഭാരതീയ സംസ്കാരം എന്നുള്ള സംസ്കാരം ടി വിയിലും നമ്മൾ വീഡിയോയിലും മാത്രം നമുക്ക് കാണാവുന്നതായ ആ രീതിയിൽ എത്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, എന്ന് നാം ആ രീതിയിൽ അല്ലാതെ നമ്മൾ ജഡീയ മോഹങ്ങൾക്ക് താല്പര്യം കാണിക്കാതെ, നാം ലൗകികമായ കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കാതെ, ദൈവീയമായ കാര്യങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ ഉദ്ദേശം അവൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാനോ മനസ്സ് പുതുക്കിക്കൊണ്ട് നാം പുതിയ ആ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ലൗകിക മോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ ജീവിക്കണമെന്നുള്ള ആഹ്വാനം നമ്മൾ ശിരസ വഹിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ ഈ ആഹ്വാനത്തെ നാം അംഗീകരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരിക്കും. അത് നമ്മുടെ കുടുംബത്തിനായിരുന്നാലും ശരി, നമ്മുടെ സമൂഹത്തിനായിരുന്നാലും ശരി, നമ്മുടെ സംസ്കാരത്തിനായിരുന്നാലും ശരി, അതിന് ഒരു നിലനിൽപ്പുണ്ടാകും. അതിനൊരു ഭംഗം വരാതെ അത് കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്നതിൽ സംശയമില്ല. തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്നാൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മളുടെയായ ശുദ്ധീകരണം തന്നെ എന്നാണ്. ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം വച്ചു പുലർത്തുന്നതായ ആ മലിനമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുകയും നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവത്തിന് ഏറെ ഇഷ്ടമെന്ന് വചനം ഇവിടെ പറയുന്നു. അപ്പോൾ നാം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നോട്ടത്തിലും നമ്മുടെ ഭാവത്തിലും എല്ലാം നമ്മളൊരു നമ്മുടെ ഒരു ശുദ്ധീകരണം നമുക്ക് ഉണ്ടാകണം എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ശുദ്ധീകരണം നിൻ്റെ ജീവിതത്തിലുണ്ടോ? അത് നിൻ്റെയായ ആ നോട്ടത്തിലും ഭാവത്തിലും നിൻ്റെയായ ഇടപെടലുകളിലും എല്ലാം ഉണ്ടോ? എന്നാൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കാമവികാരത്തോടുകൂടിയുള്ള ചിന്തകളോടുകൂടി, നോട്ടത്തോടുകൂടി, ഭാവത്തോടുകൂടിയാണ് എന്ന് മനുഷ്യൻ ഏത് രീതിയിലും അവൻ ജീവിക്കുന്നത് എന്ന് നാം കാണുവാനായിട്ട് കഴിയും. ഒരു ശുദ്ധീകരണത്തിന് അനുഭവത്തിലല്ല. എന്നാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഈ ആഹ്വാനം നമ്മൾ ശ്രവിച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ ജീവിക്കണമെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, 1 തെസ്സലോനിക്കർ 4-ായ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നാണ് വചനം ഇവിടെ പറയുന്നത്. എന്താണ്? നമ്മൾ ജാതികളെ ജീവിക്കുന്നത് പോലെ അതുപോലെ അല്ല. നമ്മൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും എന്താണ്? ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ നാം ജീവിക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ നാം ജീവിക്കാതെ നമ്മൾ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലാണ് നാം ജീവിക്കേണ്ടത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കാമവികാരത്തിലല്ല, എന്നാൽ വിശുദ്ധീകരണത്തിലാണ് നാം ജീവിക്കേണ്ടത് എന്ന് ഇവിടെ പറയുന്നു. മാനത്തിലും താൻ്റെ പാത്രത്തെ അവനവൻ എന്താണ്? സൂക്ഷിച്ചു കൊള്ളട്ടെ. ചിലപ്പോൾ പറയത്തില്ലേ, മാനം കെട്ടവനെ എന്ന് പറയത്തില്ലേ? ആ രീതിയിലല്ല, മാനം കെട്ടവനായിട്ടല്ല, മാനത്താൽ താൻ്റെ പാത്രത്തെ അവൻ എന്താണ്? സൂക്ഷിച്ചുകൊള്ളുന്നവനായിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത്. വിശുദ്ധീകരണത്തിനും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നാണ് വചനം ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, തുടർന്ന് നമ്മൾ അതിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് താൻ്റെ പാത്രം നേടിക്കൊള്ളട്ടെ. അവിടെ 6-ാമത്തെ വാക്യം, ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. എന്നാൽ
ദൈവത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നിനക്ക് എതിരായിട്ട്, നിനക്ക് പകരം ചെയ്യുവാനായിട്ട് കർത്താവായ ദൈവം ഉണ്ട് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം നമ്മളെ, അവിടെ നമ്മൾ 7-ാമത്തെ വാക്യം, ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. അശുദ്ധിക്കായിട്ടല്ല, ഒരു വിശുദ്ധീകരണത്തിനായിട്ടത്രേ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ അശുദ്ധിയായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല, ദൈവത്തിന് പ്രിയമില്ലാത്തതായ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും ആ സംസ്കാരം നല്ലൊരു സംസ്കാരമാണ് എന്ന് അംഗീകരിച്ചിരിക്കുന്നതിനാൽ ഭാരതീയരായി ജീവിക്കുന്ന നമ്മളും ആ സംസ്കാരം അംഗീകരിക്കണമെന്നുള്ള ഒരു നിർബന്ധമൊന്നുമില്ല. അശുദ്ധി ആയിട്ട് ലോകം മുഴുവനും ജീവിക്കുന്നുവെങ്കിൽ ആ അശുദ്ധിയുടെ അനുഭവത്തിൽ തന്നെ നമ്മളും ജീവിക്കണമെന്ന് നിർബന്ധമല്ല. എന്നാൽ ദൈവം ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ വിശുദ്ധിയോടുകൂടി തന്നെ നാം ജീവിക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ വായിക്കുമ്പോൾ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല. നമ്മൾ തുച്ഛീകരിക്കുന്നത് ആരെയാണ്? മനുഷ്യനെയല്ല നാം തുച്ഛീകരിക്കുന്നത്. നമ്മൾ തുച്ഛീകരിക്കുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തരുന്ന ദൈവത്തിനെ തന്നെ തുച്ഛീകരിക്കുന്നു. നമ്മൾ തുച്ഛീകരിക്കുന്നത് മനുഷ്യനെയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ തുച്ഛീകരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം വിവേകമുള്ളവരായി, നല്ല സംസ്കാരമുള്ളവരായി, ലൗകികമായ ഒരു സംസ്കാരമുള്ളവരായിട്ടല്ല, ആത്മീയമായ തലത്തിൽ സംസ്കാരമുള്ളവരായി വളരണമെന്നുള്ള ആഹ്വാനമാണ് ദൈവം ഇവിടെ നൽകുന്നത്. ഇവിടെ 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ വായിക്കുമ്പോൾ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് പറയുന്നത്. ഒരു നിന്ദയില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ കുറ്റം വിധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, ഒരു കളങ്കമില്ലാത്തൊരവസ്ഥയിൽ അവൻ്റെ വെളിപ്പെടലിൽ നമ്മൾ നിലനിൽക്കുവാനായിട്ട് ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം നിനക്ക് നൽകട്ടെ എന്നാണ് പറയുന്നത്. 19, 20, 21 വാക്യങ്ങളും വായിക്കുമ്പോൾ, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. എന്താണ്? ആത്മാവിനെ നശിപ്പിച്ച് കളയരുത്, പ്രവചനം നമ്മൾ തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ എന്നാണ് പറയുന്നത്. സകലവും എന്താണ്? നമ്മൾ നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവാനായിട്ട് ദൈവം തിരുവചനത്തിലൂടെ ശക്തമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് പറയുന്നത്. നല്ലത് മുറുകെ പിടിച്ചുകൊണ്ട് സകലവിധമായ ദോഷവും വിട്ടകലുവാനായിട്ട് ദൈവം ഈ അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ വസിക്കുന്ന നാം ഓരോരുത്തർക്കും ആ നല്ലതിനെ മുറുകെ പിടിപ്പാനും സകലവിധമായ ദോഷവും വിട്ടകലുവാനായിട്ട് ശക്തിയായിട്ടുള്ളൊരു ആഹ്വാനം ദൈവം നൽകുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം നല്ലത് മുറുകെ പിടിച്ചുകൊണ്ട് സകലവിധ ദോഷവും വിട്ടതെന്ന് ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ സംസ്കാരത്തിൽ അതിൻ്റെ തന്മ ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ആ ദൈവീകമായ സംസ്കാരമുള്ളവരായി, കർത്താവെ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരായി, നല്ലത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി, ദോഷം വിട്ടകന്ന് ജീവിക്കുന്നവരായി ജീവിപ്പാൻ നീ സഹായിക്കണമേ. കേൾവിക്കാരായ എല്ലാവരെയും അങ്ങോട്ട് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തന്നെ നാമത്തിൽ അയച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. ഇവിടെ കർത്താവായ ദൈവത്തിൻ്റെ ആ ദൈവീയമായ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ആ ധ്യാനത്തിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.